അടുത്ത കാലത്ത് ഇറങ്ങിയ എല്ലാ പടങ്ങളെയും അവസ്ഥ ഇതെല്ലാം തന്നെയാണ്. ഒരുപാട് ഭയങ്കര മാർക്കറ്റിംഗാണ്. ട്രെയിലറും മറ്റേ പരസ്യവും കുറേ പ്രൊമോഷനും ഭയങ്കര ഹൈപ്പടിച്ച് വിടും. ലാസ്റ്റ് പടം ഇറങ്ങുമ്പോൾ വലിയ ഒന്നുമില്ല കാണാൻ. പറഞ്ഞു വരുന്നത് സൂപ്പർമാനെ പറ്റിയിട്ടാണ്. എന്തേനും മറ്റേ മലപ്പുറം കത്തി മറ്റേത് മറിച്ചേത് പറഞ്ഞിട്ട് ട്രെയിലറാണ്, ജെയിംസ് ഗണ്ണാണ്, പുതിയ ഡി സി ആണ്, മറ്റേത് മാർവലിൻ്റെ 2-3 കൊല്ലമായിട്ട് ഇതന്നെ സംഭവം. ഭയങ്കര പ്രൊമോഷനും ഇത് ഹൈപ്പാണ്. ലാസ്റ്റ് പടം ഇറങ്ങാൻ വെറും ആവറേജ് പടം. ഇതും അത്രയേ ഉള്ളൂ, ഒന്നുമില്ല. വല്ലപ്പോഴും ആക്ഷൻ സീനെല്ലാം വരുമ്പോൾ എന്നാണ് സൂപ്പർമാൻ മൊത്തടി കൊണ്ട് ചാവുകയെന്ന്. എൻ്റെ ലാസ്റ്റ് ഒരു തിരിച്ചടി അടിക്കും. അന്നേരം വലിയ മ്യൂസിക്കും മറ്റേതും. പിന്നെ ഇതിൽ പറയാനുള്ളത് വെച്ചാൽ സ്ഥിരമായിട്ട് കാണുന്നൊരു സീനുണ്ട്. ഇങ്ങനത്തെ ആക്ഷനും മറ്റേ ഭൂമി ഉലുക്കും ഇതേപോലെ വലിയ വലിയ എന്താണ് കലാമിറ്റീസും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, സൂപ്പർ ഹീറോ ആക്ഷൻ ഉണ്ട സമയത്ത് മൊത്തം ബിൽഡിംഗ് എല്ലാം ഇടിച്ചു വന്ന്. ആ സമയത്ത് എപ്പോഴും കാണുന്ന ഒരു സീനാണ്. കുട്ടികൾ അയ്യോ എന്നിട്ട് നിലവിളിക്കും. ആരും രക്ഷിക്കാനുണ്ടാവില്ല. ഒറ്റക്ക് ചെറിയ കുട്ടി റോട്ട് പോകുന്ന കളിക്കും. എന്നിട്ട് കുട്ടീൻ്റെ മേലെ ബിൽഡിങ്ങോ അല്ല കാർ വന്ന് ഇടിക്കുമ്പോൾ അല്ല ഇവൻ വന്ന് വേണം രക്ഷിക്കാൻ. എന്നിട്ട് നമ്മളെന്തോ ഇത് കണ്ടിട്ട് ഉയ്ന്നെല്ലാം ആക്കുമെന്ന് വിചാരിക്കും. കുറേ കൊല്ലം ഇതന്നെ സെയിം ഫോർമുല ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. ഒന്നും ആവില്ല ഇതൊന്നും കണ്ടിട്ട്. പുതിയ എന്തെങ്കിലും മാറ്റി പിടിക്കാൻ നോക്കണോ, ഇതന്നെ പിന്നെ വേറെന്നാന്ന് പ്രത്യേകിച്ച് സ്റ്റോറിയെല്ലാം ഒരു വലിയൊരു ആവറേജ് വൺ ടൈം കണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ മാതിരി ഒന്നും ഇല്ല. ശരിക്കും ഞാൻ പറയുന്നത് ഇതെല്ലാം ഒരു കുറച്ചും കൂടി ഇതാക്കണം. ഹാർഡ് കോർ ഡി സി ഫാൻസിന് മാത്രമേ ഇതിൻ്റെ അകത്തുള്ള വില്ലന്മാരെയും കാര്യങ്ങളെല്ലാം അറിയൂ. സാധാരണ പുതിയതായിട്ട് പോകുന്നവരൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം പുതിയ പുതിയ ക്യാരക്ടേഴ്സും കാര്യങ്ങളെല്ലാം. അലക്സ് ലൂത്രർ മാത്രമേ ഉള്ളൂ പഴയത്. ഓനാണെങ്കിലും മോശമൊന്നുമല്ല, എന്നാലും ഒരുപാട് ഉഷാറാക്കേനു. പറഞ്ഞത്ര മാത്രമൊന്നുമില്ല. അപ്പം നമ്മളെ മാർക്ക് ഇത്രയേ ഉള്ളൂ. 10-5 തട്ടിമുട്ടി പാസ്സായി എന്ന് പറയാം. ഓക്കെ.